ചപ്പാത്തി പോലെ റോള് പിടിച്ച് മൈദക്കുള്ളിൽ ഒരു മധുര പലഹാരം ലഡു പോലത്തെ ഒരു സംഭവം ഉരുട്ടിയിട്ട് അത് പരത്തിയെടുക്കും ചപ്പാത്തി പോലെ. എന്നിട്ടൊരു വിഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു ഏരിയയിലൊക്കെ തന്നെ ഇതുപോലത്തെ കടകളാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വിഭവത്തിന് എന്തോ ഒരു പേര് പറഞ്ഞു, ഫസ്റ്റ് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം തെലുങ്കുണ്ടല്ലോ, നമ്മളെ ഭാഷയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. എനിക്ക് തീരെ അറിയില്ല. ഇസ്കാ നാം ക്യാ പോലെ ഹോലിക. ഓക്കെ. അതുകൊണ്ട് അവർ പറയുന്നത് പെട്ടെന്ന് സ്പീഡ് ഭാഷ ആയതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ വേറെ തന്നെ രസകരമാണ് എന്നുള്ളതാണ്. ഞാൻ ഏതായാലും 2 പറഞ്ഞ് 30 രൂപ ആണ് റേറ്റ് വന്നിട്ടുള്ളത്. ഒന്നിന് 15 രൂപ. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പരത്തിയതിന് ശേഷം ചട്ടിയിലേക്ക് വെക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അതായത് ഒരു നമ്മളെ പൊറോട്ട കല്ല് പോലത്തെ ഒരു കല്ല് 2 വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിനായിട്ടൊരു പ്രത്യേക തരം സ്കെയിൽ പോലത്തെ ഒരു ഉപകരണം ഇവർ കരുതിയിട്ടുണ്ട്. അത് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാനായിട്ടാണ് എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ പൂലിക എന്നാണ് പറയുന്നത് എന്നാണ് ഇവർ പറഞ്ഞത്. ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് നല്ല ലൂസാക്കിയിട്ട് മാവ് കുഴച്ചെടുക്കും, മൈദമാവ്. പിന്നീട് അത് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഒരു മധുരം കലർന്ന ഒരു ലഡു പോലത്തെ ഒരു മിശ്രിതം വെച്ചിട്ട് പിന്നീട് അതൊന്നിങ്ങനെ പപ്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കവർ ചെയ്യും ആ ഒരു വെക്കുന്ന മിശ്രിതം. പിന്നീട് അത് ഒന്നും കൂടി ഒന്നുകൂടി പരത്തിയെടുക്കണം. നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പോലെ അല്ലെങ്കിൽ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയിട്ട് പിന്നീട് ഈ കല്ലിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തായി, അതിൻ്റെ ഉള്ളിൽ ലെയറായിട്ട് ആ ഒരു മിശ്രിതം അല്ലെങ്കിൽ ആ ഒരു ലഡു പോലത്തെ സാധനം പരന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലത്തെ ഒരുപാട് കടകളാണ് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ട്. പക്ഷേ നല്ല ഫ്രണ്ട്ലി രൂപം തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴാണ് ഗവൺമെൻറ്റിൻ്റെ 5 രൂപയ്ക്ക് 3 നേരം ഫുഡ് കൊടുക്കുന്ന, ഓരോ നേരവും 5 രൂപ വെച്ചിട്ട് ടോക്കൺ വീതം കൊടുക്കുന്ന ഒരു ഫുഡ് കോർണർ കാണാൻ ഇടയുണ്ടായത്. ഇതുപോലത്തെ ഒരുപാട് കൗണ്ടറുകൾ ആന്ധ്രാപ്രദേശിൽ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ വിശപ്പ് അകറ്റുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം.